ഞാൻ എന്തിനാ എൻ്റെ കുരുന്നിനെ കൊന്നുകളഞ്ഞത്? ഞാനവനെ അടിച്ചപ്പോഴും പിച്ചിയപ്പോഴും അവൻ മമ്മ എന്ന് വിളിച്ച് തന്നെയായിരുന്നു കരഞ്ഞത്. എന്തിനേറെ അവൻ്റെ അവസാന ശ്വാസത്തിൽ പോലും അവൻ എന്നെ വിളിച്ചായിരുന്നു കരഞ്ഞത്. ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു ഞാൻ. ദേഷ്യം വരുമ്പോൾ ഞാൻ അവനെ അടിക്കും. കുറച്ചു കഴിഞ്ഞ് വാരിയെടുത്ത് മാറോട് ചേർത്തുറക്കും. ഗർഭാവസ്ഥയിലെ ശാരീരിക അസ്വസ്ഥതകൾ എന്നെ വല്ലാണ്ട് തളർത്തിയിരുന്നു. പ്രാണൻ പോകുന്ന വേദനയിലും ഞാൻ അവന് ജന്മം നൽകി. അവൻ എൻ്റെ കയ്യിൽ വന്നിട്ട് ആഴ്ചകൾ മാത്രമേ പിന്നിട്ടിരുന്നുള്ളൂ. എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന്. ഉറക്കമില്ലാത്ത രാത്രികളും തുന്നിക്കെട്ടലിൻ്റെ അസഹനീയമായ വേദനയിലൂടെയും കടന്നു പോകുന്ന നാളുകൾ. ദിനങ്ങൾ തോറും പകലിനെയും രാത്രിയെയും വെറുത്തു. മറുഭാഗത്ത് എൻ്റെ കുഞ്ഞിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള വെപ്രാളം. എന്തോ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഈ ലോകത്ത് ആദ്യമായി പ്രസവിച്ച പെണ്ണാണല്ലോ നീ. ഇതുവരെയും ആരും പ്രസവിച്ചിട്ടില്ലല്ലോ. ആ വാക്ക് എന്നെ വല്ലാണ്ട് നോവിച്ചു. ഏത് കാര്യവും വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന എനിക്കിന്ന് ഒന്നിനും സാധിക്കുന്നില്ല. ഒരു തരം മടുപ്പ്, വെറുപ്പ്, ഒന്നിനും കൊള്ളാത്തവൾ എന്നൊരു തോന്നൽ. വീട്ടിലെ എല്ലാവരും ഒരു സൽക്കാരത്തിന് പോയിരിക്കുകയാണ്. ഞാനും അവനും ചെറിയൊരു മയക്കത്തിലേക്ക് വീണു. എൻ്റെ മയക്കം ഗാഢമായി മാറി. അവൻ ചെറുതായി ഞെരുങ്ങുന്നുണ്ട്. എനിക്ക് ഉണരണ്ടായിരുന്നു. അല്പം മയങ്ങിയെങ്കിലും വീണ്ടും ഒരു ഞെരുക്കം. ദേഷ്യം കാരണം ആഞ്ഞൊരടി കൊടുത്തു. ഞരക്കം മാറി കരച്ചിലായി. എൻ്റെ ഗാഠനിദ്ര ഭംഗപ്പെടുത്തിയതിൻ്റെ ദേഷ്യം പെരുവിരൽ മുതൽ തല വരെ ഇരിച്ചു കയറി. ഞാൻ അവനെ തൂക്കിയെടുത്ത് മടിയിലിട്ടു. പാലൂട്ടാൻ ശ്രമിച്ചു. അവൻ നിഷേധിച്ചു. ഞാൻ അവനെ അമർത്തിപ്പിടിച്ച് കൈകൾ കെട്ടിവെച്ച് വീണ്ടും ശ്രമിച്ചു. അവൻ ശക്തിയോടെ കരഞ്ഞു. എൻ്റെ കടിഞ്ഞാൻ എൻ്റെ കയ്യിലല്ലാണ്ടായി. ഞാൻ അവനെ മടിയിൽ നിന്നെടുത്ത് കട്ടിലിലേക്കെറിഞ്ഞു. കരച്ചിൽ തുടർന്നു. ഒരു കാലിൽ പിടിച്ച് ഞാൻ വീണ്ടും തൂക്കിയെടുത്തു. അടിച്ചു. തുടയിലും മുഖത്തും പുറത്തേക്കും പാടുവരുന്നത് വരെ. എന്നിട്ട് വലിച്ചൊരേറ്. ആ വലിച്ചെറിയലിൽ അവൻ്റെ തല ചെന്ന് കട്ടിലിൻ്റെ അടുപ്പിച്ചുള്ള ഭിത്തിയിലായിരുന്നു ചെന്നിടിച്ചത്. അവൻ്റെ ശബ്ദം കുറഞ്ഞു. നിർവികാരത്തോടെ ഞാൻ അവൻ്റെ അരികിലെത്തിയപ്പോൾ മൂക്കിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നു. അവന് അനക്കമില്ലാണ്ടായി. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞെന്ന സത്യം മനസ്സിലാക്കിയതും കണ്ണിലിരുട്ട് കയറി ബോധം പോയതും ഒന്നിച്ചായിരുന്നു. പിന്നീട് ഞാൻ ഉണർന്നത് ചുറ്റിലുള്ളവരുടെ നീട്ടിവിളി കേട്ടായിരുന്നു. എന്തുറക്കായത്? ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായെന്നോ? കുഞ്ഞ് കരഞ്ഞിട്ട് പോലും നീ അറിഞ്ഞില്ല. വാതിലാണെങ്കിൽ പരക്കെ തുറന്നു കിടക്കുന്നു.